ഈ 2025 ഞാൻ കഠിനമായ ഒരു തീരുമാനമെടുത്തു. എൻ്റെ വീട്ടുകാർക്ക് കുറച്ച് സമാധാനം കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു. ഏറെ ഇങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം മാൽപ്പയ്ക്ക് ബംഗലാപുര സെൻട്രൽ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ ഉടുപ്പിക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് അവിടെ ചെന്ന് ട്രെയിനൊക്കെ കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് വിശന്നു. പിന്നെ നമ്മൾ സ്വന്തം നമ്മുടെ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. 350 രൂപയാണ് ഒരാൾക്ക്. ഞാൻ ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് നമ്മുടെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. എന്തിനാണെന്നല്ലേ, അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ കായലും കടലും പിന്നെ സെൻറ്റ് മേരീസ് ഐലൻഡും ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന പോക്കാണിത്. പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്നടാ ഈ തണുത്ത കാറ്റും പ്രകൃതി രമണീയമായ ഓരോ ഓളങ്ങളും അങ്ങനെ അവസാനം നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരെ അങ്ങനെ അവസാനം സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. ആ സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കർണാടകയിലെ ഉടുപ്പിയിലെ മാൽപ്പേ തീരത്ത് നിന്ന് മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന 4 ചെറു ദ്വീപുകൾ ചേർന്ന ദ്വീപസമുദ്രമാണ് സെൻറ്റ് മേരീസ് ദ്വീപുകൾ. കോളംനാർ രീതിയിലുള്ള ബാസൽറ്റിക് ലാവയുടെ ഭൗമരൂപത്തിൻ്റെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത്. ഏകദേശം 82 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് മഡഗാസ്കർ ഇന്ത്യൻ ഭൂപ്രദേശത്ത് നിന്നും വേർപെട്ടു പോയതെന്നും കരുതുന്നുണ്ട്. അവസാനം ഇതൊക്കെ ചരിത്രമൊക്കെ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഞാൻ പോയി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എവിടെ നോക്കിയാലും തെങ്ങുകളാണല്ലോ, അതൊക്കെ കണ്ട് കുറച്ച് മുന്നിലേക്ക് പോയിട്ട് നമ്മൾ ആ ദ്വീപിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അങ്ങനെ ഞാൻ സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ തീരങ്ങളിൽ എത്തിച്ചേർന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു. ഈ കാണുന്ന ഓരോ പാറകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായി ഉരുകിയ ലാവയിൽ രൂപപ്പെട്ട കൃഷ്ണശിലാരൂപങ്ങളാണ് ഇതിൽ പലതും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ സാധാരണ നമുക്ക് മണ്ണല്ലേ കാണാൻ പറ്റുന്നത്, അല്ല മണൽത്തരിയല്ലേ കാണാൻ പറ്റുന്നത്. ബട്ട് ഇതാണെങ്കിൽ ഇത് മൊത്തം നമ്മുടെ ചിപ്പിയാണ്. അത് ചെറിയ ചെറിയ ശംഖും ചിപ്പികളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. ഇത് ഫുൾ അങ്ങോട്ട് കിടക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിൽ മണൽത്തരികളെയും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഞാൻ കുറേ നോക്കി എവിടെയെങ്കിലും മണൽത്തരി കാണാൻ പറ്റുന്നുണ്ടോ എന്ന്, പക്ഷേ ഇതെല്ലാം ചെറിയ ചെറിയ ചിപ്പികൾ മാത്രമാണ്. അങ്ങനെ സെൻറ്റ് മേരീസ് ഐലൻഡിൽ ഇറങ്ങി കുളിക്കാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് സേഫ്റ്റി ഗാർഡുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർ നോക്കിക്കോളും. അവസാനം തേണ്ടി നമുക്ക് തിരിച്ച് റിട്ടേണുള്ള കപ്പലും എത്തിയിട്ടുണ്ട്. ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. ബൈ.